നമ്മുടെ ജോളിയമ്മ ഇത്രയും സന്തോഷത്തോടു കൂടി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്നല്ലേ. ജോളിയമ്മ ഇന്ന് ജോളിയമ്മയുടെ ഹസ്ബൻഡിനെ കാണാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ജോളിയമ്മയ്ക്ക് ഇത്രയും സന്തോഷം. അതുകൊണ്ട് എന്താ രാവിലെ നമ്മുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ നുള്ളിപ്പറിച്ചുകൊണ്ട് എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ പൂക്കൾ തന്നെ പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പൂക്കളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ജോളിയമ്മയ്ക്ക് അതിയായ സന്തോഷമാണ് ജോളിയമ്മയുടെ പ്രിയതമ്മനെ കാണാൻ പോകുന്നതിൽ. എന്താ പറയുക, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ് കേട്ടോ. അന്ന് എൻ്റെ മാളുക്കുട്ടൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ആ സമയത്താണ് ജോളിയമ്മയ്ക്ക് ജോളിയമ്മയുടെ ഹസ്ബൻഡിനെ ഇനി ഒരിക്കലും കിട്ടുവേല എന്നുള്ള കാര്യം അറിയുന്നത് കേട്ടോ. ആളൊരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ബോഡിയായിട്ട് പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ആയതാണ് കേട്ടോ. ആ സ്പോട്ടിൽ തന്നെ ഡെത്ത് ആവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോളിയമ്മ തലേദിവസം ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കഥകളൊക്കെ പറയാണ്. എല്ലാവരും അറിഞ്ഞു, ഞാൻ മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് അറിയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് വന്നു, ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡൗട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പം ഞാൻ ഇവിടെ വന്ന് കയറിയ അന്ന് തൊട്ടേ ഇങ്ങനെ ജോളിയമ്മയുടെ വായിൽ നിന്നും ഇങ്ങനെ പപ്പാനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്നതാണ് കേട്ടോ. പപ്പ എങ്ങനെയായിരുന്നു, പപ്പ എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അയ്യോ, എനിക്കറിയാൻ പാടില്ല കേട്ടോ. അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഒന്നും അല്ലാത്തൊരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി അവരവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്തു. എല്ലാം അതാത് രീതിയിൽ വീടായാലും തല്ലിക്കൂട്ടിയെടുത്തു. എല്ലാം ചെയ്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ജോളിയമ്മ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ജോളിയമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ജോളിയമ്മയ്ക്ക് അവകാശപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് എനിക്കിത് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബൈ.